Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണത്. Let G be the tetrahedron in the first octant bounded by the coordinate planes and the plane x by a plus y by b plus z by c is equal to 1, where a, b, c greater than 0. Find the volume G. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, പ്രോബ്ലം ആണ്. ഇത് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയം കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? വോളിയം is equal to ട്രിപ്പിൾ ഇന്റഗ്രൽ ജി ടി. ഇതാണ് ഫോർമുല. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ട്രിപ്പിൾ ഇന്റഗ്രൽ ടി വി എന്നുള്ളത് എന്ത് എഴുതാം? ടി സെഡ് ടി വൈ ടി എക്സ്. ടി സെഡ് ടി വൈ ടി എക്സ്. ഇസഡിന്റെ ലിമിറ്റ് എന്താണ്? ഇസഡിന്റെ ലിമിറ്റ് അറിയാനായിട്ട് ഇവിടെ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇസഡ് ബൈ സി എന്തായിരിക്കും? 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ. ഈ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി. ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ. അപ്പൊ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ട് എല്ലാ കേസിലും ലോവർ ലിമിറ്റ് 0 ആയിരിക്കും. സെഡിന്റെയും വൈയുടെയും എക്സിന്റെയും അപ്പർ ലിമിറ്റ് വിൽ ബി, ലോവർ ലിമിറ്റ് വിൽ ബി 0. അപ്പർ ലിമിറ്റ്, ഇസഡിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ. ഇതാണ് ഇസഡിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ലോവർ ലിമിറ്റ് എല്ലാ കേസിലും 0. ഇസഡിന്റെ വൈയുടെയും ഡി എക്സിന്റെ ലോവർ ലിമിറ്റ് 0 ആണ്. ഇസഡിന്റെ ലോവർ ലിമിറ്റ് നമുക്ക് അങ്ങനെ കിട്ടി. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി 1 ആണെങ്കിൽ ഇസഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ. ഇനി നമുക്ക് അടുത്ത ആരുടെ കിട്ടണം? വൈയുടെ ലിമിറ്റ് കിട്ടണം. നമ്മൾ 2 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് കൊണ്ടുവരാം. 2 ഡയമെൻഷൻ പ്ലെയിനിൽ ഇസഡ് 0 ആണ്. ഇസഡ് 0 ആകുമ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി is equal to 1. Therefore, y by b is equal to 1 minus x by b. Therefore, y is equal to b into 1 minus x by b. Our lower limit 0, upper limit b into 1 minus x by b. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ z എന്നുള്ള 0 ആയി പോകും. അപ്പോൾ x by a plus y by b equal to 1, y by b equal to 1 minus x by a, y is equal to b into 1 minus x by a. ഇനി അടുത്ത് നമുക്ക് എന്താണ്? എക്സിന്റെ ലിമിറ്റ് കൊടുക്കും. എക്സിന്റെ ലിമിറ്റ് കൊടുത്തെങ്കിൽ y ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ x by a is equal to 1, therefore x is equal to a. അപ്പോൾ എക്സിന്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഇസഡിന്റെയും വൈയുടെയും എക്സിന്റെയും ഒക്കെ ലിമിറ്റുകൾ കിട്ടി. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അത് നമ്മൾ ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ 0 to a 0 to b into 1 minus x by a. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z വരും. 0 to c into 1 minus x by a plus y by a. Then dy dx. The limit apply. Limit apply ചെയ്യുമ്പോൾ integral 0 to a integral 0 to b into 1 minus x by a. Then upper limit കൊടുക്കുമ്പോൾ c into 1 minus x by a plus y by b. 1 minus x by a plus y by b into dy dx. ഇനി നമ്മൾ c പുറത്തേക്ക് എടുക്കാം. അപ്പോൾ c പുറത്തെടുക്കുമ്പോൾ this is equal to integral c into 0 to a 0 to b into 1 minus x by a. ബാക്കി എന്താ കിട്ടുന്നത്? നമുക്ക് 1 minus x by a plus y by b dy. ഇനി നമ്മൾ അപ്പോൾ z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. c into integral 0 to a 0 to ഇനി y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യാം.
1നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y ആണ്. മൈനസ് എക്സ് ബൈ എ ഇന്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് എക്സ് ബൈ എ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ബൈ എ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു വൈ. മൈനസ് വൈ ബൈ ബി ഇൻറ്റു വൈ ബൈ ബി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ബി ഇൻറ്റു 1 ബൈ ബി ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. ഇന്റഗ്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ഡി വൈ വൈ വരും. മൈനസ് എക്സ് ബൈ എ ഇൻറ്റു വൈ മൈനസ് വൈ ബൈ ബി എന്നുള്ളത് 1 ബൈ ബി ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സി ഇൻറ്റു 0 ടു എ വൈക്ക് വരുന്ന കൊടുക്കണം ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് എക്സ് ബൈ എ ഇൻറ്റു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് 1 ബൈ ബി ഇൻറ്റു 2 ബി മൈനസ് 1 ബൈ 2 ബി ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റും കൊടുക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റേജില് this is equal to c into integral 0 to a. then ഇവിടെ നമുക്ക് എല്ലാത്തിനും ഒരു b കോമൺ ആയിട്ട് b നമ്മൾ പുറത്തേക്ക്. അപ്പോൾ b c പിന്നെ എന്താണ് അവിടെ ഉള്ളത് 1 മൈനസ് എക്സ് ബൈ എ ഫസ്റ്റ് ടേമിൽ വരും. സെക്കൻഡ് ടേമില് b നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ മൈനസ് എക്സ് ബൈ എ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ വരും. അടുത്തതില് ഒരു ബി നമ്മൾ പുറത്തെടുത്തു, ഒരു ബി നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു ബി പുറത്തെടുത്തു. ബാക്കി വരുന്നത് മൈനസ് 1 ബൈ 2 1 മൈനസ് എക്സ് ബൈ എ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഈ 3 ടേബിളിൽ നിന്ന് ഞാൻ ബി പുറത്തെടുത്തു. അപ്പൊ പുറത്ത് ബി സി ആയി. 1 മൈനസ് എക്സ് ബൈ എ മൈനസ് എക്സ് ബൈ എ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് 1 ബൈ 2 ബി പുറത്തെടുത്ത് കഴിയുമ്പോൾ ഒരു ബി ക്യാൻസൽ ചെയ്ത് ബി പുറത്തെടുത്ത് 1 മൈനസ് എക്സ് ബൈ എ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് ബി സി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ. ഇത് എല്ലാത്തിൽ നിന്നും 1 മൈനസ് എക്സ് ബൈ പുറത്തെടുക്കും. അപ്പൊ നമുക്ക് 1 മൈനസ് എക്സ് ബൈ എ മൈനസ് 1 by 2 into 1 minus x by e. ഈ ടേമിലും ഇതിൽ മൂന്നിലും 1 മൈനസ് എക്സ് ബൈ എ ഉണ്ട്. ആ 1 മൈനസ് എക്സ് ബൈ ഞാൻ പുറത്തെടുത്തു. അപ്പൊ ആദ്യത്തെ ടേമിൽ 1 കിട്ടി. ബാക്കി ഇവിടെ നമുക്ക് 1 മൈനസ് എക്സ് ബൈ പുറത്തെടുത്ത് മൈനസ് എക്സ് ബൈ വന്നു. ഇവിടെ മൈനസ് 1 by 2 into 1 മൈനസ് എക്സ് ബൈ എ. നമ്പർ ഓഫ് ടൈംസ് കൂടുതലുള്ളതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. This is equal to BC into integral 0 to a 1 minus x by a into 1 minus x by a minus 1 by 2 plus x by 2a. That is BC into integral 0 to a 1 minus x by a 1 minus 1 by 2 നമുക്ക് 1 by 2 വരും. ഇവിടെ നമുക്ക് x minus x by a plus x by 2a. അതിൽ നിന്ന് x by a നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ minus 1 by 2 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ മൈനസ് 1 വരും. ഇവിടെ നമുക്ക് 1 by 2 വരും. അപ്പോൾ നമുക്ക് x by a into minus 1. അപ്പോൾ minus 1 minus 1 by 2 minus 2 plus 1 by 2 എന്ന് പറയുമ്പോൾ minus 1 by 2. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഈ 1 1 minus 1 by 2 1 by 2 വരും. മൈനസ് എക്സ് ബൈ എയും അതുപോലെ പ്ലസ് എക്സ് ബൈ 2a. അതിൽ നമ്മൾ പുറത്തെടുക്കുന്ന എന്താണ്? നമ്മൾ എക്സ് ബൈ എ നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ 1 by 2 വരും.
minus 1. Step that is BC is equal to BC into integral 0 to a 1 minus x by a into 1 by 2 plus x by a into 1 by 2 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് minus 1 by 2. That is BC into integral 0 to a 1 minus x by a into ഇവിടെ നമുക്ക് 1 by 2 minus x by 2. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേമുകളൊക്കെ നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് 1 minus x by a into 1 by 2 minus x by 2 ചെയ്തിട്ട് ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ BC into ഇവിടെ ഇന്റഗ്രൽ 0 to a 1 കൊണ്ട് 1 by 2 നോക്കുമ്പോൾ 1 by 2 വരും ഫസ്റ്റ് ടൈം. 1 കൊണ്ട് മൈനസ് എക്സ് ബൈ 2a ഇവിടെ മൈനസ് എക്സ് ബൈ 2a പ്ലസ് എക്സ് സ്ക്വയർ divided by 2s. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് 1 into 1 by 2 1 by 2 1 into minus x by 2a minus x by a into 1 by 2 minus x by 2a plus x square by 2a square. That is equal to BC into ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to a 1 by 2 മൈനസ് ഇവിടെ രണ്ടിന്റെയും സെയിം ആണോ നമുക്ക് മൈനസ് എക്സ് ഇവിടെ നമുക്ക് മൈനസ് 2x by 2a ഇപ്പോൾ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് മൈനസ് എക്സ് ബൈ a വരും പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ. ഇനി നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ BC into 1 by 2 into x minus x 1 by a x square by 2 plus 1 by 2 a square x cube by 3 x cube by 3 0 to a 0 to integration x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. x which integrate ചെയ്തു. That is equal to BC into ഇവിടെ നമുക്ക് ആദ്യം കിട്ടാൻ x by 2 ആണ്. അടുത്ത് കിട്ടുന്നത് minus x square by 2a plus 1 by 2a square into x cube by 3. Lower limit 0, upper limit a. This is limit apply. BC into x ന് നമ്മൾ a കൊടുക്കുമ്പോൾ a by 2 minus ഇവിടെ നമ്മൾ x ന് a കൊടുക്കുമ്പോൾ a square by 2a plus ഇവിടെ 1 by 6a square into x ന് a കൊടുക്കുമ്പോൾ a ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. That is BC into a by 2 minus ഇവിടെ നമുക്കൊരു a വെട്ടി കഴിയുമ്പോൾ a by 2 പ്ലസ് ഇവിടെ നമുക്ക് ഈ എ സ്ക്വയറും എ ക്യൂബും ഇട്ട് ബാക്കി ഇവിടെ എ ഉണ്ടാവുള്ളൂ. എ ബൈ 6 ഈ എ ബൈ 2 ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? The final answer will be ABC by 6. Therefore വോളിയം നമുക്ക് കിട്ടുന്ന എത്രയാണ്? ABC by 6. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ട് ഇസഡിന്റെയും വൈയുടെയും എക്സിന്റെയും ലോവർ ലിമിറ്റ് വിൽ ബി 0. എല്ലാത്തിനും ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇസഡിന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇസഡ് ബൈ സി എന്ന് പറയുന്നത് ആയിരിക്കും 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി. അങ്ങനെ നമുക്ക് ഇസഡിന്റെ അപ്പർ ലിമിറ്റ് കിട്ടി. 2 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് വരുമ്പോൾ ഇസഡിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇസഡിന്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ
നമുക്ക് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. ആ വൈ ബൈ ബി ഇവിടെ നിർത്തിയിട്ട് എക്സ് ബൈ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ വൈയുടെ അപ്പർ ലിമിറ്റ്. പിന്നെ അടുത്ത കേസിൽ വൈ ഈക്വൽ 0 കൊടുക്കുമ്പോൾ എക്സിന്റെ അപ്പർ ലിമിറ്റ്. അങ്ങനെ നമുക്ക് ഇസഡിന്റെ അപ്പർ ലിമിറ്റും വൈയുടെ അപ്പർ ലിമിറ്റും എക്സിന്റെ അപ്പർ ലിമിറ്റും. ആദ്യം നമ്മൾ ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് ടൈംസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് കടന്നു വരുള്ളൂ. അപ്പൊ ആദ്യം ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇസഡിന്റെ ലിമിറ്റ് കൊടുത്തു. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, വൈയുടെ ലിമിറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, എക്സിന്റെ ലിമിറ്റ് കൊടുത്തു. അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയ ആൻസർ വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്? ABC by 6 എന്നാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2023 ചോദിച്ച ഒരു പ്രോബ്ലമാണ്, വോളിയം കാണാനുള്ള പ്രോബ്ലം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിന്റെയും ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എടുക്കാനുള്ള ഞാൻ പറഞ്ഞു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇസഡ് ലിമിറ്റ് കൊടുത്തു, വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് വൈയുടെ ലിമിറ്റ് കൊടുത്തു. ഇപ്പൊ നമ്പർ ഓഫ് ടൈംസിന്റെ എണ്ണം കൂടി വരുമ്പോൾ അത് കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് മൈനസ് പ്ലസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടില്ല എങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.